ബാങ്കുകളും ഒക്കെ പ്രതിസന്ധിയിലാണ്. അപ്പൊ അത് ഒരു പൊതുവായ തീരുമാനമെടുക്കണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത് തെറ്റായ കാര്യം തന്നെയാണ്. അത് ഞങ്ങളെല്ലാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പി നേതാക്കളുടെ ഇത് ഒരു ഇരട്ടത്താപ്പല്ല. ഒരു വശത്ത് പൈസ തരുന്നില്ല, മറുവശത്ത് അവിടെ സൈന്യത്തിന് അയച്ചതിന്റെ ഒരു ബില്ല് അയക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇവരൊക്കെ അത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെടുത്ത നിലപാട് നിങ്ങൾക്കറിയാലോ. ഞങ്ങളെടുത്ത നിലപാടെന്താ? ഞങ്ങളതിന് പൂർണ്ണമായ പിന്തുണ നൽകി എല്ലാ കാര്യത്തിലും. അപ്പൊ ഞങ്ങൾ 100 വീടുകൾ ഞങ്ങൾ ഓഫർ ചെയ്തു. 100 വീട് മുസ്ലിം ലീഗ് കൊടുത്തു. കർണാടക ഗവൺമെന്റ് 100 വീട് കൊടുത്തു. അപ്പൊ തന്നെ ഈ 400-450 വീട് പണിതാൽ മതി. 300 വീട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ 300 വീടോളം ഉണ്ടായി. ഇപ്പോ ലീഗിന്റെ സ്ഥലം മേടിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. കർണാടക ഗവൺമെന്റിന്റെ പണം കൈമാറി. ഞങ്ങളുടെ സ്ഥലത്തിന്റെ അവിടെ സ്ഥലം കിട്ടാൻ പാടായതുകൊണ്ട് സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തി അവരിലേക്ക് മാറും. അപ്പൊ 400-450 വീട് ആവശ്യമുള്ളിടത്ത് ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം തന്നെ മുൻകൈയെടുത്ത്, ലീഗും കോൺഗ്രസും മുൻകൈയെടുത്തിട്ട് തന്നെ ഏകദേശം 300ഓളം വീട് ഞങ്ങൾ പരമാവധി സഹായിക്കുക. അവിടുത്തെ MLA-യുടെ നേതൃത്വത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്. അതിലൊന്നും നമ്മൾ രാഷ്ട്രീയം കലർത്താറില്ല. ഞങ്ങൾ ആദ്യം മുതലെടുത്ത് ഗവൺമെന്റ് വേഗത ഒന്ന് കുറയ്ക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് ഗവൺമെന്റിന്റെ മീതെ സമ്മർദ്ദം ചെലുത്തും. ഗവൺമെന്റ് വേഗത്തിലാക്കാതെ അത് ഞങ്ങളുടെ ജോലിയാണല്ലോ. അല്ലാതെ ആ കാര്യത്തിലെല്ലാം ആ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ ചികിത്സാ ചെലവ് കൊടുക്കാതിരുന്നപ്പോൾ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. നിയമസഭയിൽ ചികിത്സയുടെ ചെലവ് കൊടുക്കണം. പിന്നെ സർക്കാരിന്റെ കയ്യിലും പൈസയുണ്ട്, കേരള ഗവൺമെന്റിന്റെ. ആ പണവും ചെലവാക്കണം. അത് ചെലവാക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യും. അല്ലാതെ ആ വിഷയത്തിൽ അവരുടെ കൂടെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന സത്യസന്ധമായ നിലപാടാണ്. നിയമസഭയിൽ നിന്ന് പോയതിനു ശേഷം കടകംപള്ളി നിയമസഭയിൽ മറുപടി പറഞ്ഞത് താങ്കളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്, പേര് പുറത്തു വിടണമെന്ന്. ആ പേര് പുറത്തു വിട്ടില്ലെങ്കിൽ താങ്കളുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്നാണ് കടകംപള്ളി പറഞ്ഞത്. എല്ലാ കടകംപള്ളി തന്നെ തീരുമാനിച്ചാല ഇതിനകത്ത് എന്താ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നത് എന്താ? ഇവിടെ നിന്ന് മദ്രാസിലേക്ക് കൊണ്ടുപോയത് ഫേക്കായിട്ട് മോൾഡ് ചെയ്ത ചെമ്പാണ്. അവിടുത്തെ ദ്വാരപാലക ശില്പമല്ല. ഇവിടുത്തെ ശബരിമലയിലെ ദ്വാരപാലക ശില്പം മദ്രാസിലേക്ക് അല്ല കൊണ്ടുപോയത്. മോൾഡ് ചെയ്ത് ഫേക്കായിട്ട് വ്യാജമായി മോൾഡ് ചെയ്ത് അതിനാണ് 40 ദിവസം നിന്നത്. ഇതൊക്കെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ്, അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ്. ഇവിടെ നിന്ന് ദേവസ്വം ബോർഡ് കൊടുത്തുവിട്ട ദ്വാരപാലക ശില്പം 40 ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തുന്നത്. ആ സാധനം അല്ല എത്തുന്നത്. ഹൈക്കോടതി പറഞ്ഞാൽ ഞങ്ങളുടെ ഊഹമായിരുന്നു ആദ്യം. ഇപ്പൊ അത് ശരിവെച്ചിരിക്കുകയാണ് ഹൈക്കോടതി. കൊണ്ടുപോയത് വേറെ വ്യാജനാണ്. ഈ സാധനം വലിയൊരു പർച്ചേസർക്ക് വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വലിയ തുകയ്ക്ക് വിറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതോ കോടീശ്വരന്റെ കയ്യിലാണ് ഈ സാധനം. അല്ല കേക്ക് ആണല്ലോ. ദേവസ്വം മന്ത്രിയായി യാതൊരു ഉത്തരവാദിത്തമില്ല ഇതിന്റെ അകത്ത്. മാത്രമല്ല വേറൊരു കണ്ടുപിടുത്തം കൊണ്ടുണ്ട്. ദേവസ്വം ബോർഡിനും ഇതറിയാമായിരുന്നു. അല്ല ആണല്ലോ, പറഞ്ഞല്ലോ, കോടതി പറഞ്ഞല്ലോ. എന്നിട്ട് കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരാൾ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ ദേവസ്വത്തിൽ നിന്നും അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം വിറ്റു എന്നറിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് എന്തുകൊണ്ടൊരു ക്രിമിനൽ നടപടി എടുത്തില്ല? ഇവരെല്ലാം കൂടി അത് മൂടി വെച്ചിട്ട് ഇതെല്ലാവർക്കും അറിയാം. 2025 ആയപ്പോ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചേക്കുക. അവിടുത്തെ കഥവ് കൊണ്ടുപോയി, കട്ടള കൊണ്ടുപോയി, ദ്വാരപാലക ശില്പം കൊണ്ടുപോയി. ഇനി അവിടെ അയ്യപ്പന്റെ വിഗ്രഹം മാത്രം ബാക്കിയുള്ളു. ക്ഷണിച്ചേക്കുവാണ് ഇയാളെ വീണ്ടും. അതെന്തിന് ഞാനെന്തിനാ പുറത്തു വിടണേ? അതല്ല അന്വേഷണം നടക്കുന്നത്. ഞാനല്ലല്ലോ അന്വേഷണം നടത്തുന്നത്. ഞാൻ കോടതി വിധിയാണ് പറഞ്ഞത്. കോടതി വിധി നിങ്ങൾ വായിച്ചില്ലേ? ഞാൻ കോടതി വിധിയാണ് പറഞ്ഞത്. ഇയാളുടെ കാലത്ത് ഇയാൾക്ക് ഉത്തരവാദിത്തമില്ലേ? ആ വാങ്ങിച്ചെന്നാണ്. അല്ല നിങ്ങൾ വായിച്ചോ. ഞാൻ പറഞ്ഞല്ലോ, എ പർച്ചേസർ ടു എ പർച്ചേസർ സോൾഡ് ടു എ പർച്ചേസർ വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അല്ല പിന്നെ അദ്ദേഹം മന്ത്രി ഇത് മൂടി വെക്കുകയും ചെയ്തല്ലോ. ഇത് മൂടി വെക്കാൻ കൂട്ടുന്ന ആളല്ലേ? ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം മന്ത്രിയാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്, ദേവസ്വം മന്ത്രിക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാം അറിയാം. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വിറ്റെന്ന്, ഞാനല്ല. സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുമോ? ഇത് ഗോൾഡിന്റെ വിലയല്ല, ഇത് ദ്വാരപാലക ശില്പമാണ്. അയ്യപ്പന്റെ എന്ന് പറഞ്ഞിട്ടാണ് വിറ്റിരിക്കുന്നത്. അത് ഉള്ളിക്കറിയാം ആരാണ്. ഉള്ളി പുറത്തുവിടട്ടെ. CPM-നും അറിയാം ആരാണ് ഈ കോടീശ്വരൻ. പുറത്തുവിടട്ടെ. അതൊക്കെ വരുമെന്നേ.
ആരാണെന്ന് പുള്ളിക്കറിയില്ലല്ലോ. കോഴിക്കോട് ഡോക്ടറുടെ കോഴിക്കോടെ കോഴിക്കോട് മറ്റേ ഡോക്ടറെ തലക്കടിച്ച് തലക്ക് കൂട്ടി വയനാട്ടിൽ ഇത് പറയാം നല്ല വയനാട് സംബന്ധിച്ച ഹൈക്കോടതി പരാമർശം ഭയങ്കര സ്വാഗതാർഹമാണ്. കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ലോൺ വേവ് ചെയ്യണമെന്നാണ്. കാരണം നമുക്കറിയാം ആ കുടുംബങ്ങളിൽ ഹൗസിംഗ് ലോൺ ഉണ്ട്, വീട് നഷ്ടപ്പെട്ടു. ഇനി എങ്ങനെയാണ് ഹൗസിംഗ് ലോൺ അടയ്ക്കുന്നത്? കുട്ടികൾ പഠിക്കുകയാണ് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങൾ. അവർക്ക് വേണ്ടി എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. അതെങ്ങനെ അവരടയ്ക്കും? വെഹിക്കിൾ ലോൺ ഉണ്ട്, വെഹിക്കിളൊക്കെ പോയി. പലതരത്തിലുള്ള ലോണുണ്ട്. ഒരു വരുമാനവും ഇല്ലാത്ത ആ പാവങ്ങളെ ഇത്തരം ഘട്ടങ്ങളിൽ വരുമ്പോഴല്ലേ ലോൺ വേവർ എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പാക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നമ്മളിവിടെ ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കി അയച്ചു ഇക്കാര്യത്തിൽ. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാർ മറ്റു പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്ന പോലെ, ഹിമാചലിലോ ഗുജറാത്തിലോ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന പോലെ കേരളത്തിൽ ആ തീരുമാനം എടുത്തില്ല. അതുകൊണ്ട് ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ആ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അത് അവർ അർഹതപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് അതിനകത്ത് ഓരോ കുടുംബത്തിലെയും പ്രയാസങ്ങൾ അറിയാവുന്നവരാണ്. അവരെല്ലാം സങ്കടങ്ങളാണ് പലതരത്തിൽ. പല സംഘടനകളെ കൊണ്ടും പല ബാങ്കിലും എല്ലാം നമ്മളെല്ലാവരും വിളിച്ചിട്ടാണ് പല കടങ്ങളും എന്ത് റിക്കവർ ചെയ്യാനാണ് അവരൊന്ന് ബാങ്കുകളും ഒക്കെ പ്രതിസന്ധിയിലാണ്. അപ്പൊ അത് ഒരു പൊതുവായ തീരുമാനമെടുക്കണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത് തെറ്റായ കാര്യം തന്നെയാണ്. അത് ഞങ്ങളെല്ലാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പി നേതാക്കളുടെ ഇത് ഒരു ഇരട്ടത്താപ്പല്ല. ഒരു വശത്ത് പൈസ തരുന്നില്ല, മറുവശത്ത് അവിടെ സൈന്യത്തിന് അയച്ചതിന്റെ ഒരു ബില്ല് അയക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇവരൊക്കെ അത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെടുത്ത നിലപാട് നിങ്ങൾക്കറിയാലോ. ഞങ്ങളെടുത്ത നിലപാടെന്താ? ഞങ്ങളതിന് പൂർണ്ണമായ പിന്തുണ നൽകി എല്ലാ കാര്യത്തിലും. അപ്പൊ ഞങ്ങൾ 100 വീടുകൾ ഞങ്ങൾ ഓഫർ ചെയ്തു. 100 വീട് മുസ്ലിം ലീഗ് കൊടുത്തു. കർണാടക ഗവൺമെന്റ് 100 വീട് കൊടുത്തു. അപ്പൊ തന്നെ ഈ 400-450 വീട് പണിതാൽ മതി. 300 വീട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ 300 വീടോളം ഉണ്ടായി. ഇപ്പോ ലീഗിന്റെ സ്ഥലം മേടിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. കർണാടക ഗവൺമെന്റിന്റെ പണം കൈമാറി. ഞങ്ങളുടെ സ്ഥലത്തിന്റെ അവിടെ സ്ഥലം കിട്ടാൻ പാടായതുകൊണ്ട് സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തി അവരിലേക്ക് മാറും. അപ്പൊ 400-450 വീട് ആവശ്യമുള്ളിടത്ത് ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം തന്നെ മുൻകൈയെടുത്ത്, ലീഗും കോൺഗ്രസും മുൻകൈയെടുത്തിട്ട് തന്നെ ഏകദേശം 300ഓളം വീട് ഞങ്ങൾ പരമാവധി സഹായിക്കുകയാണ്. അവിടുത്തെ MLAയുടെ നേതൃത്വത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്. അതിലൊന്നും നമ്മൾ രാഷ്ട്രീയം കലർത്താറില്ല. ഞങ്ങൾ ആദ്യം മുതൽ എടുത്ത് ഗവൺമെന്റ് വേഗത ഒന്ന് കുറയ്ക്കുമ്പോൾ ഞങ്ങൾ ഗവൺമെന്റിന്റെ മീതെ സമ്മർദ്ദം ചെലുത്തും. ഗവൺമെന്റ് വേഗത്തിലാക്കാതെ അത് ഞങ്ങളുടെ ജോലിയാണല്ലോ. അല്ലാതെ ആ കാര്യത്തിലെല്ലാം ആ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ ചികിത്സാ ചെലവ് കൊടുക്കാതിരുന്നപ്പോൾ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി നിയമസഭയിൽ. ചികിത്സയുടെ ചെലവ് കൊടുക്കണം. പിന്നെ സർക്കാരിന്റെ കയ്യിലും പൈസയുണ്ട്, കേരള ഗവൺമെന്റിന്റെ. ആ പണവും ചെലവാക്കണം. അത് ചെലവാക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യും. അല്ലാതെ ആ വിഷയത്തിൽ അവരുടെ കൂടെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന സത്യസന്ധമായ നിലപാടാണ്.